സ്ഥാപനങ്ങളിലും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഡോക്ടർ സൂരജ് യങ്ഡെ എന്താണ് ദളിത് മാനവികവാദം എന്ന് അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. പൊതുവെ ഇത്തരം ചർച്ചകളെ ഒക്കെ തന്നെ കേരളീയ പൊതുബോധം നോക്കിക്കാണുന്നത് സ്വത്വവാദത്തിൻ്റെ ലേബലിലോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ കൊള്ളാത്ത എന്തോ സാധനമാണിത്, ഒരു വിഭജനം സൃഷ്ടിക്കുന്ന ആശയവും ചിന്താഗതിയുമാണ് എന്നൊക്കെ കാലങ്ങളായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് സാഹിത്യ അക്കാദമി തന്നെ ദളിത് പ്രാതിനിധ്യം സംസ്കാരത്തിലും സ്ഥാപനത്തിലും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിപുലമായ 1 മണിക്കൂർ നീളമുള്ള ഒരു സംഭാഷണം സംഘടിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ സാഹിത്യ അക്കാദമിയോട് അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷവും സ്നേഹവും രേഖപ്പെടുത്തട്ടെ. എന്താണ് പ്രാതിനിധ്യം? നമ്മൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. എന്താണ് പ്രാതിനിധ്യം? ഇന്ത്യയുടെ ജനാധിപത്യം ഒരു പ്രാതിനിധ്യ ജനാധിപത്യമാണ്. പുറന്തള്ളപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. 1ാം വട്ടമേശ സമ്മേളനത്തിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ ക്ലാസസ്. ഒരു ഭരണകൂടത്തിൽ, അധികാര സ്ഥാപനത്തിൽ ഒക്കെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സർക്കാരായിരിക്കണം ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ അത് പ്രാതിനിധ്യമുള്ള ഒരു സർക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വൈവിധ്യമുള്ള ഒരു ജനത നിവസിക്കുന്ന പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രദേശത്ത് രൂപം കൊള്ളുന്ന സർക്കാർ, അധികാര സ്ഥാപനങ്ങൾ, ഭരണകൂടം, വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇതൊക്കെ തന്നെ ജനാധിപത്യപരമായിരിക്കണമെങ്കിൽ അത് ഈ ജനവിഭാഗങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ട് മാറിത്തീരേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ആഴത്തിൽ, വളരെ മുൻപേ തന്നെ തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം. സാമുദായിക പ്രാതിനിധ്യമില്ലാത്ത ദേശീയവാദം കേവലം ജാതി കുത്തകയായി മാത്രമേ മാറിത്തീരുകയുള്ളൂ എന്ന് സഹോദരൻ ഇപ്പം പറയുന്നു. സർക്കാർ മാറി മാറി വന്നാൽ മാത്രം പോരാ, ജാതി മാറി കൂടി ഭരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സഹോദരൻ ഇപ്പം പറയുന്നു. കാരണം സർക്കാർ ചിലപ്പം മാറുമായിരിക്കും, പക്ഷേ ഭരിക്കുന്നവരൊരിക്കലും മാറുന്നില്ല. അത് ചില സമുദായങ്ങൾ മാത്രം ഭരിക്കുകയും സ്ഥിരമായി ചില ജനവിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം അധികാരത്തിലും ഭരണരംഗത്തും ഒക്കെ സ്ഥിരമായി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് സഹോദരൻ അയ്യപ്പൻ അന്ന് തന്നെ സൂചിപ്പിച്ചത്. ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാതിനിധ്യ ജനാധിപത്യം എന്ന ആശയം അവതരിപ്പിക്കുകയും സാമുദായിക പ്രാതിനിധ്യമാണ് തൻ്റെ ദേശീയവാദം എന്ന് സഹോദരൻ അയ്യപ്പൻ സുചിന്തിതമായി പ്രസ്താവിക്കുകയും ചെയ്തത്. എന്താണ് ഇന്ത്യയിൽ സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്? ആ തടസ്സത്തിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ സമുദായങ്ങളെ ജാതികളാക്കി അവതരിപ്പിച്ച് അവരെ ശ്രേണീകരിക്കുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തിലും സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ മനുഷ്യരെ പലതായി തട്ടുതട്ടായി വിഭജിക്കുകയും അവരെ ആഢ്യരായും മ്ലേച്ഛരായും ഒക്കെ തന്നെ സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം ഇന്ത്യയിൽ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ അതിനാദ്യം വേണ്ടത് സാംസ്കാരികമായിട്ടുള്ള ഒരു അഴിച്ചുപണി, പരിവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിലും ജനാധിപത്യം സാർത്ഥകമായി നടപ്പിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് സ്ഥാപനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് സംസ്കാരത്തിൽ ദളിത് പുറന്തള്ളൽ ഹിംസ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇത് കേവലം ദളിത് പുറന്തള്ളൽ ഹിംസയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് അടിമുടി എങ്ങനെയാണ് വരേണ്യമായ ഒളിഗാർക്കിക്കലായിട്ടുള്ള ഒരു സാംസ്കാരിക വ്യവസ്ഥയായി തുടരുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സംസ്കാരത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ ജനത, ദളിതരും ആദിവാസികളും അടങ്ങുന്ന വലിയൊരു ജനത എന്തുകൊണ്ടാണ് പുറന്തള്ളപ്പെടുന്നത്? സംസ്കാരത്തിലും സ്ഥാപനങ്ങളിലൊക്കെ പുറന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയുടെ സംസ്കാരമെന്ന് അറിയപ്പെടുന്നത്
ബ്രാഹ്മണ്യ സംസ്കാരമാണ്, ആർഷഭാരത പാരമ്പര്യമാണ്. ഈ ആർഷഭാരത പാരമ്പര്യവും സനാതന ധർമ്മവും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംസ്കാരം ഉടലെടുക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഒരു ജനാധിപത്യ സംസ്കാരം നിലവിൽ വരണമെങ്കിൽ എന്തു വേണം? നമ്മുടെ സംസ്കാരം അഴിച്ചു പണിയണം. പക്ഷെ നമ്മുടെ സംസ്കാരം എങ്ങനത്തെ സംസ്കാരമാണ്? അത് ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയ്ക്ക് മേൽക്കൈയുള്ള ഒരു സംസ്കാരമാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം. ആ പ്രശ്നം ഉദാഹരിക്കുന്നതിനായിട്ട് ഒരു കാര്യം പറയാം. അത് കേരളത്തിൽ വളരെ അടുത്ത കാലത്തായിട്ട് നിലയിൽ വന്ന ഒരു കാര്യമാണ് രാമായണ പാരായണം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ മുഴുവൻ രാമായണം വായിക്കുക എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് നിലയിൽ വന്നൊരു കാര്യമാണ്. കേരളത്തിലെ ക്ഷേത്ര ഗ്രന്ഥവരികളൊക്കെ പരിശോധിച്ചാൽ അറിയാം, ചിരപുരാതനമായ ഒരു ആരാധനയോ അനുഷ്ഠാനമോ ആയിരുന്നില്ല ഈ രാമായണ പാരായണം എന്ന് പറയുന്നത്. വളരെ അടുത്ത കാലത്ത് നിലവന്നതാണ്. 9-ാം നൂറ്റാണ്ട് മുതലുള്ള വാഴപ്പള്ളി ശിലാശാസനങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകളും മധ്യകാലത്തുണ്ടായിട്ടുള്ള തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി, മതിലകം ഗ്രന്ഥവരി മുതലായ ക്ഷേത്ര ഗ്രന്ഥവരികളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതൊന്നും തന്നെ രാമായണം ക്ഷേത്രങ്ങളിൽ വായിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവും ആ ഗ്രന്ഥങ്ങളിലില്ല. പക്ഷെ മഹാഭാരത പട്ടത്താനം എന്ന് പറയുന്ന മഹാഭാരതം വായിക്കുന്ന ഒരു ആചാര വ്യവഹാരം നിലനിന്നിരുന്നു. പക്ഷെ ഒരിക്കലും രാമായണം വായിക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിൽ നിലവിലുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ രാമായണത്തെ ഒരു സെക്കുലർ ടെസ്റ്റായി അവതരിപ്പിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്നു. രാമായണം മാനവികതയുടെ ഗ്രന്ഥമാണ്, രാമായണം മതേതര ഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്ന ഒരു ആശയം വളരെ വേഗത്തിൽ, വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തെ ഇപ്പം പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാമായണം മാനവിക ഗ്രന്ഥമായിക്കോട്ടെ, രാമായണം മതേതര ഗ്രന്ഥമായിക്കോട്ടെ, അതിലെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മാതൃഭൂമി വാരാന്ത പതിപ്പിലൊരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനം ഇങ്ങനെയാണ്. ലേഖനത്തിൻ്റെ ടൈറ്റിൽ എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മ രാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം എന്നുള്ളതാണ് മാതൃഭൂമി വാരാന്ത പതിപ്പിലെ ലേഖനം. ഒരു പൂർവപക്ഷ അവതരിപ്പിക്കുന്നത് എന്ന നിലയ്ക്ക് ആ ലേഖനത്തിൽ ചില വാദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കാം. ആ ലേഖനത്തിലൊരു ഭാഗം, ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു സാഹിത്യകൃതി വേദഗ്രന്ഥം പോലെ വിളക്ക് വെച്ച് വായിക്കുക, ആ കൃതിയുടെ രചയിതാവിനെ ഭാഷാ പിതാവായി ഘോഷിക്കുക, ലോകത്ത് മലയാളത്തിൽ മാത്രം സംഭവിച്ച മഹാത്ഭുതമായിരിക്കും ഇത് എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഇത്ര മഹാത്ഭുതമാകുന്നത്? എന്താണ് ഇതിൽ ഇത്ര മഹാത്ഭുതം? ഒരു മഹാത്ഭുതമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ജാതിബദ്ധമായൊരു സമൂഹം ആയതുകൊണ്ടാണ് ഇതൊരു മഹാത്ഭുതമായിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് ഇതിഹാസങ്ങളുണ്ട്, അവിടെ ഒന്നും ഇതൊന്നും മഹാത്ഭുതമേ അല്ല. ഇവിടെ എന്തുകൊണ്ടാണ് മഹാത്ഭുതമായിരിക്കുന്നത്? ഇവിടെ മഹാത്ഭുതമായിരിക്കുന്നത് ജാതി വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹം ഇപ്പോഴും പൂർണ്ണമായിട്ട് മുക്തമായിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോഴും മഹാത്ഭുതമായിട്ട് ഇരിക്കാൻ കാരണം. നോക്കൂ, വേദം ഗ്രന്ഥം പോലെ വിളക്ക് വെച്ച് വായിക്കുക. ട്യൂബ് ലൈറ്റ് വന്നു, വെളിച്ചം കാണാൻ വലിയ സംവിധാനങ്ങളുണ്ടായി, എന്നിട്ട് നമ്മൾ വിളക്ക് വെച്ച് വായിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിളക്ക് വെച്ച് വായിക്കുന്നതിന് കാരണം നമ്മളിപ്പോഴും ആധുനികമായ ലോകത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. വെളിച്ചെണ്ണയുടെ വില 420 മുകളിലോട്ടാണ്. എള്ളെണ്ണയ്ക്കും അത്രയും തന്നെ വിലയാണ്. പക്ഷേ ഈ വെളിച്ചെണ്ണയും എള്ളെണ്ണയും ഒഴിച്ചാണ് ഇപ്പോഴും ഈ രാമായണം വായിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം പിന്തിരിപ്പനായ ഒരു സാമൂഹിക മനോഭാവം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയും, അനീതിയും നെറികേടും സന്മാർഗഭ്രംശവും കൊടികുത്തിവാണ കാലത്ത് മാതൃകാ മനുഷ്യനെ സമൂഹ സമക്ഷ അവതരിപ്പിച്ചുകൊണ്ട് എഴുത്തച്ഛൻ ശരിയായ ധാർമ്മികത ഉദാഹരിച്ചു. എന്താണ് എഴുത്തച്ഛൻ്റെ കൃതിയിലുള്ള ധാർമ്മികത? ഒരു ധാർമ്മികതയില്ല എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ. എഴുത്തച്ഛൻ പറയും, കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നത്. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണം പാടുന്നത്.
ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറയും, മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമാമോ, ഭൂമിയിൽ നീ ദ്വിജനായി പിറന്നാൽ എന്നെ പൂജിക്കുക. ആരാണ് ദ്വിജൻ? ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും വിളിക്കുന്ന പേരാണ് ദ്വിജർ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ തന്നെ പൂജിക്കാൻ അധികാരമുള്ളൂ എന്നാണ് ആര് പറയുന്നത്? എഴുത്തച്ഛൻ്റെ രാമൻ പറയുന്നത്. പക്ഷെ ഇവിടെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? അനീതിയും നെറികേടും സന്മാർഗ വംശവും കൊടികുത്തി വാണ കാലത്ത് മാതൃകാ മനുഷ്യനെ സമൂഹ സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് എഴുത്തച്ഛൻ ശരിയായ ധാർമ്മികത ഉദാഹരിച്ചു. രാമൻ എങ്ങനെയാണ് ധാർമ്മിക പുരുഷനാകുന്നത്? തന്നെ പൂജിക്കാൻ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നതിലൂടെ എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ചാതുർവർണ്ണയബദ്ധമായ ഒരു ലോകവീക്ഷണമാണ് അവതരിപ്പിക്കുന്നതെന്ന് സുവ്യക്തം. ഈ ലേഖനത്തിന് അടുത്ത വരിയിൽ പറയുന്നത്, ഏറ്റവും അനുകരണീയനായ ഈശ്വരതുല്യനായ തൻ്റെ കഥാപാത്രത്തെ തീർത്തും ജാതിവിരുദ്ധനായി അദ്ദേഹം ചിത്രീകരിച്ചു. രാമൻ ജാതിവിരുദ്ധനാണോ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ? എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ രാമൻ ജാതിവിരുദ്ധനെ അല്ല. ജാതിവിരുദ്ധനാണെങ്കിൽ എന്തുകൊണ്ടാണ് താടകയെ കൊന്നത്? ശംഭുകന്റെ കാര്യം വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി പറയാം, അതവിടെ നിൽക്കട്ടെ. ജാതിവിരുദ്ധനല്ല എന്ന് മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമാമോ എന്ന് പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ത്രൈവർണിക പക്ഷപാതിത്വമുള്ള ആളാണ് എഴുത്തച്ഛൻ്റെ രാമനെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതിൽ പറയും, ഈ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: മനുഷ്യ സമത്വം സ്ഥാപിക്കുന്നില്ലെന്ന് കുറ്റം ചാർത്തപ്പെടുന്ന അധ്യാത്മ രാമായണം സർവചരാചര സമത്വമാണ് പ്രഖ്യാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു കൂടി അംഗീകരിച്ച വേദാന്തസാരമായ അദ്വൈതമാണ് കിളിപ്പാട്ടിന്റെ മൗലിക സത്ത. ലേഖനത്തിലെ വരികളാണ്. രാമായണത്തിൽ എവിടെയാണ് സമത്വം? ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളെ പരിശോധിക്കുവാൻ താൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്ന് അംബേദ്കർ പറയുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആധുനികമായ മൂല്യബോധമാണ്. അത് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ അന്വേഷിച്ച ഘട്ടത്തിൽ സർവ്വചരാചര സമത്വം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ മനുഷ്യർക്കിടയിൽ ഇല്ലാത്ത സമത്വം പട്ടിക്കും പൂച്ചക്കിടയിലുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? അങ്ങനെ ഒരു സമത്വമൊന്നും ഇല്ല. അതില്ല എന്ന് അധ്യാത്മരാമായണം തന്നെ പറയും. അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് ഉമാമഹേശ്വര സംവാദമായിട്ടാണ്. പാർവതിയോട് പരമശിവൻ ഉപദേശിക്കുന്നതാണ് അധ്യാത്മരാമായണം. അതാണ് ഉമാമഹേശ്വര സംവാദം. പാർവതി ശിവനോട് അപേക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എനിക്ക് ശരിയായിട്ട് ഉപദേശിച്ചു തന്നാലും എന്നാണ് പാർവതി ശിവനോട് പറയുന്നത്. എന്താണ് വർണ്ണധർമ്മം? വർണ്ണധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരെ നാലായിട്ട് തരംതിരിക്കുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായിട്ട് മനുഷ്യരെ തരംതിരിക്കുകയും അവരെല്ലാം ശ്രേണീകൃതമായി അതുല്യരാണെന്നും അസമരാണ് എന്നും പറയുന്ന ശ്രേണീകൃത സിദ്ധാന്തമാണ് വർണ്ണധർമ്മം. ഈ വർണ്ണധർമ്മം ജാതിധർമ്മം തന്നെയാണ് എന്നാണ് ശിവഗിരിയിൽ നടന്ന തീർത്ഥാടന സമ്മേളനത്തിൽ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? വർണ്ണധർമ്മം എന്ന് പറഞ്ഞാൽ ജാതിധർമ്മം തന്നെയാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മത്തിന്റെ മറ്റൊരു പേരാണ് എന്ന് ആദരണീയനായ കേരള മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. എഴുത്തച്ഛനും ഇതേ വർണ്ണധർമ്മത്തിന്റെ വക്താവ് തന്നെയാണ് എന്നാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ പാടുന്നതിലൂടെ ഒരാൾ ഈ ജന്മത്തിൽ ദളിതനായി, ആദിവാസിയായി, ദരിദ്രനായി, സ്ത്രീയായി ഒക്കെ പിറക്കുന്നതിന് കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമാണെന്നാണ് എഴുത്തച്ഛൻ സിദ്ധാന്തിക്കുന്നത്. പൂന്താനം മറ്റൊരു രീതിയിൽ പറയുമല്ലോ, ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പൂന്താനവും പാടും. അടിസ്ഥാനപരമായിട്ട് കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ആ ജാതി വ്യവസ്ഥ അടിസ്ഥാനപരമായിട്ട് ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ബഹുജനങ്ങളെയും പുറന്തള്ളുന്നൊരു സംസ്കാര വ്യവസ്ഥയാണ്. വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം അല്ലെങ്കിൽ വർണ്ണധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വർണ്ണധർമ്മം എങ്ങനെയാണ് സ്ത്രീകളെ കണ്ടിരുന്നത്, സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറാൻ പറഞ്ഞിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അച്ഛനെന്തുള്ളിലൊന്ന് ഇച്ഛയെന്നാലത് ഇങ്ങിച്ഛയെന്നുറച്ചിടേണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ
പാതിവൃത്യനിഷ്ഠ വധൂനാം എന്ന് നിർണയം എന്നാണ് എഴുത്തച്ഛന് രാമായണം പറയുന്നത്. അച്ഛൻ എന്താണോ ഇച്ഛ, ആ ഇച്ഛ തന്നെയായിരിക്കണം അമ്മയുടെ ഇച്ഛ. അച്ഛൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനാണ്, ചപ്പാത്തി കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമ്മ അപ്പോഴേ പോയി ചപ്പാത്തിക്ക് മാവ് കുഴച്ചോണം, അച്ഛനോട് ചോദിക്കാൻ പാടില്ല. ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ വധൂനാം എന്ന നിർണയം. അപ്പൊ സ്ത്രീകളുടെ ജോലി എന്താണ്? സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഈ ഭർത്താവിന്റെ പാദസേവ ചെയ്യുക. അപ്പൊ ആണുങ്ങളുടെ ജോലി എന്താണ്? ആണുങ്ങൾ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുക, ചാരി കസേരയൊക്കെ ചാരി കടന്ന് ചായ കൊണ്ടുവരൂ രമണി തങ്കമ്മേ എന്ന് പറയുക, അത്രയുള്ളൂ. അപ്പൊ ഈ സ്ത്രീവിരുദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് എഴുത്തച്ഛന്റെ രാമായണം അടിസ്ഥാനപരമായിട്ട് ഉത്പാദിപ്പിക്കുന്നത്. എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ പറയും, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിതേ പാദശുശ്രൂഷാവ്രതം മുടക്കായ്മേ, നിന്നുടെ സന്നിധവും സന്തതം വാണിയിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചൂടുമോ, വല്ലതും മൂല ഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടം എനിക്കമൃതോ. ഭർത്താവിന് ഉച്ഛിഷ്ടമാണ് എനിക്ക് അമൃത് എന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണം പാടുന്നത്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. എഴുത്തച്ഛൻ്റെ തന്നെ മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവത്തിൽ ഇങ്ങനെ എഴുതി കാണാം, സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. പെണ്ണുങ്ങൾക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. പറഞ്ഞാരാ? എഴുത്തച്ഛൻ. താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. ഈ വരികൾ നമ്മൾ വേറെ എവിടെ കേട്ടിട്ടുണ്ട്? മനുസ്മൃതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, എങ്ങനെയാണ് എഴുത്തച്ഛൻ അടിസ്ഥാനപരമായിട്ട് വിപ്ലവകാരിയായിട്ടുള്ള ഒരാളായിട്ട് മാറിത്തീരുക? അങ്ങനെ വിപ്ലവകാരിയായിട്ട് എഴുത്തച്ഛൻ മാറുമോ? എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം എന്ന് എഴുതുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണനെന്നു നൂനം, മൂർഖനാകിലും ഭർത്താനാരിമാർക്കെല്ലാം ദൈവം. ഭർത്താവ് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ആ ഭർത്താവാണ് തൻ്റെ ദൈവം. ചേതസാ വാചാവൃത്യ കർമ്മണ ഭർത്താവിന് സാദരം ശുശ്രൂഷിക്കുന്നല്ലോ നിങ്ങൾക്കെല്ലാം. അതിലും പതിവ്രതമാരാകും കുലസ്ത്രീകൾക്ക് അതിനു മീതയൊരു ധർമ്മമില്ലറിക നീ. ഗതിയും വരുമിക സൗഖ്യവും വരും പതു ശുശ്രൂഷണം കൊണ്ടെന്ന് ചൊല്ലുന്നു വേദം. അപ്പോൾ ഒരു ഓഫറുണ്ട്, സ്പെഷ്യൽ ഓഫറാണ്. എന്താണ് സ്പെഷ്യൽ ഓഫർ? ജീവിതകാലം മുഴുവൻ ഭർത്താവിനെ ഇങ്ങനെ ശുശ്രൂഷിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് എഴുത്തച്ഛൻ്റെ സ്ത്രീധർമ്മം എന്ന് പറയുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സും ഓർക്ക നീ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരായ ആളുകളും അവരുടെ ഭൗതികാസ്പദങ്ങൾക്കായിട്ട് നടത്തുന്ന സമരങ്ങളെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്ന് പറയുന്നതിലൂടെ എഴുത്തച്ഛൻ ഭൗതികാസ്പദങ്ങൾക്കായിട്ടുള്ള സമരങ്ങളെ നിരസിക്കുന്നു എന്നുള്ളതാണ്. എഴുത്തച്ഛൻ്റെ ഉപദേശം കേരളത്തിലെ സവർണരാരും കേട്ട ചരിത്രമില്ല കേട്ടോ. കേരളത്തിലെ സവർണരാരും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്, അതുകൊണ്ട് ഈ ഭോഗങ്ങളും ഭൗതികാസ്പദങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് വരേണ്യ സമുദായങ്ങളിൽപ്പെട്ട ആരും ഇതുവരെ കേട്ടില്ല. പക്ഷേ ഈ വാക്യങ്ങളാണ് കേരളത്തിലെ ദളിതരും ആദിവാസികളും കേൾക്കുന്നെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് എഴുത്തച്ഛൻ പറയുന്ന ഈ വാക്യങ്ങൾ ഉപേക്ഷിക്കുക. കാരണം അംബേദ്കർ പറഞ്ഞു, ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. ഈ ലേഖനത്തിൽ ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. അധ്യാത്മരാമായണത്തിലെ ബ്രാഹ്മണ സ്തുതി ജാതി കളിക്കുന്ന ബഹുകഥ വേഷക്കാർക്കുള്ളതല്ല, അഭേദ ബോധം സൂക്ഷിക്കുന്ന ബ്രഹ്മജ്ഞാനികൾക്കുള്ളതാണ്. ഇതാണ് ഒരു വാദം. അപ്പം അധ്യാത്മരാമായണത്തിൽ ബ്രാഹ്മണ സ്തുതിയുണ്ട്. ആ ബ്രാഹ്മണൻ എന്താണെന്നാണ് ലേഖകൻ പറയുന്നത്? അത് ബ്രഹ്മജ്ഞാനികളെ പറ്റിയാണ് പറയുന്നത്. ഈ ബ്രഹ്മജ്ഞാനി തട്ടിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ശബരിമലയിൽ ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനി ഇതുവരെ പ്രവേശിപ്പിച്ചില്ല. തൃശ്ശൂരായിരിക്കുന്നത്. കലാകാരൻ ബ്രഹ്മജ്ഞാനിയാന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യത്തിലെ തന്ത്രിമാര് കേൾക്കൂ, ഞാൻ ബ്രഹ്മജ്ഞാനി അതുകൊണ്ട് കഴകവൃത്തി ഞാൻ നല്ലോണം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പാണ് എന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഇനി എന്താണ് ബ്രഹ്മം എന്ന സങ്കല്പത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യ പറയുന്നത് എന്താണ്? ബ്രഹ്മത്തെ ശങ്കരാചാര്യ നിർവചിക്കുന്നു.
ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണന്റെ ജാതി അഭിമാനം അത് നിമിത്തം ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? അത് ബ്രാഹ്മണ ജാതി. ഇതാണ് ശങ്കരാചാര്യ ബ്രഹ്മത്തെ പറ്റി പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോ പിടികിട്ടാത്ത എന്തോ വലിയ സാധനമാണെന്ന് വിചാരിച്ചു. സംഗതി ഒന്നുമില്ല, തനി ജാതിവാദമാണ്. ചുരുക്കത്തിൽ എഴുത്തച്ഛന്റെ രാമായണം, എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മ രാമായണത്തിന്റെ സാരസ്വത രഹസ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സാരസ്വത രഹസ്യം എന്താണ്? ജാതിയാണ് എഴുത്തച്ഛന്റെ രാമായണത്തിന്റെ സാരസ്വത രഹസ്യം എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനൊരു പൂർവപക്ഷം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം തന്നെ ഒരു മാതൃകയായിട്ട് ഇവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ ദളിതർക്ക് പ്രാതിനിധ്യം ഉണ്ടായി വരണമെങ്കിൽ എന്തു വേണം? ഈ രാമായണ ഹിംസകൾ നമ്മുടെ സമൂഹം പുറന്തള്ളണം. രാമായണ ഹിംസകളെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിനകത്ത് പറയും, ഈ ലേഖനത്തിൽ പറയും, ഞാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കാം. ഈ ലേഖനത്തിൽ പറയും, അതേപോലെ തന്നെ ആയിരുന്നു താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായി ഗുഹനോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, രാമന്റെ പെരുമാറ്റം. ഗുഹൻ നൽകിയ പക്വഫല മധുപുഷ്പാദികളെല്ലാം രാമൻ കൃതാർത്ഥതയോടെ കൈക്കൊള്ളുന്നു. ഇങ്ങനെ പറയുന്നത്. താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായ ഗുഹൻ. അപ്പോൾ വസ്തുതാപരമായിട്ട് ലേഖനത്തിൽ ചില പിശകുകളുണ്ട്. ഗുഹൻ തോണിക്കാരനല്ല, ഗുഹൻ നിഷാദാധിപനാണ് എന്നാണ് രാമായണം പറയുന്നത്. തന്നെയല്ല, വാൽമീകി രാമായണം പരിശോധിച്ചാൽ അറിയാം, നിഷാദാധിപനായ ഗുഹൻ കൊണ്ടുവരുന്ന ഫലമൂലാദികളൊന്നും തന്നെ രാമൻ സ്വീകരിക്കുന്നില്ല എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. എന്തുകൊണ്ടാണ് വാൽമീകിയുടെ രാമൻ ഇത് സ്വീകരിക്കാത്തതെന്ന് ഭരതൻ വിശദീകരിക്കുന്നുണ്ട്. ത്രൈവർണിക ധർമ്മം അനുസരിച്ചാണ് ഗുഹന്റെ ഭക്ഷണം രാമൻ സ്വീകരിക്കാതിരുന്നത് എന്ന് വാൽമീകിയുടെ രാമൻ വിശദമാക്കുന്നുണ്ട്. അപ്പൊ ഇനി എഴുത്തച്ഛന്റെ രാമായണം പരിശോധിച്ചാലും അദ്ദേഹം കേവലം ഒരു തോണിക്കാരനല്ല, നിഷാദാധിപനാണ്, കാട്ടിലെ രാജാവാണ്. അദ്ദേഹത്തെ ലേഖകൻ എന്താക്കി മാറ്റി? ഒരു തോണിക്കാരനും താഴ്ന്ന ജാതിക്കാരനും ആക്കി മാറ്റി എന്നുള്ളതാണ്. കാരണം താഴ്ന്ന ജാതി എന്നുള്ള പ്രയോഗം എവിടെ ഉള്ളതാണ്? 1932 ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളൂർ രേഖപ്പെടുത്തുന്നുണ്ട്. ഔട്ട്കാസ്റ്റ്സ് എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജാതി സമൂഹത്തിന് പുറത്തുള്ളവർ. അപ്പൊ അവർക്കാർക്കും ജാതിയില്ല. ജാതി ഉള്ളത് ആർക്കാ? ജാതി ഉള്ളത്, വർണ്ണബോധമുള്ളത് ഈ ചാതുവർണ്ണത്തിനുള്ളിലുള്ളവർക്ക്. അതിന് പുറത്തുള്ളവരെല്ലാം ജാതിക്ക് പുറത്തുള്ളവർ. അവർക്കൊന്നും ജാതി ഇല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ഉപസംഹരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ജനാധിപത്യം ഉടലെടുക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന് വിലങ്ങുതടിയായിരിക്കുന്ന ആശയങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉദ്ദേശിച്ച എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ധരിച്ചു, ഏതൊരു യുക്തിയുടെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ആ ഭാഗത്തിൽ അവസാനിപ്പിക്കാം. അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന അഭേദബോധമാണ് ഇന്ത്യൻ ധാർമ്മികതയുടെ ശരിയായ അടിത്തറ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധാർമ്മിക അടിത്തറ എന്താണ്? ഇത് രാമായണം മഹാഭാരതമൊന്നും അല്ല, അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യമാണ് ഇന്ത്യൻ ധാർമ്മികതയുടെ അടിത്തറ. ഈ പറയുന്ന ധാർമ്മിക അടിത്തറയെ പറ്റി, അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന ധാർമ്മിക അടിത്തറയെ പറ്റി സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ പറഞ്ഞത് എന്താണ്? ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളുമെല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടരാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ മാധവൻ പറഞ്ഞിട്ടുള്ളത്. ഓത്താരി കുഞ്ഞമ്പു അധ്യാത്മരാമായണ നിരൂപണം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. നാരായണ ഗുരുസ്വാമി പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ തനിക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈ ഒരുക്കിയൊഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഈ രാമനാമ ജപം കൊണ്ട് എന്താണ് കാര്യം എന്ന് സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു. ഇങ്ങനെ എത്രയോ ആളുകൾ. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം, ജ്ഞാനോദയ പ്രസ്ഥാനം, ജ്ഞാനോദയ ചിന്താ പദ്ധതി എന്ന് പറയുന്ന അടിസ്ഥാനപരമായി രാമായണത്തെയും അത് മുന്നോട്ട് വെക്കുന്ന ഹിംസാത്മകമായ പാരമ്പര്യത്തെ നിരസിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ്. സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ്.
യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെ, ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സമ്പൂർണ്ണമായി നിരസിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന അഭേദബോധമാണ് ഇന്ത്യൻ ധാർമ്മികതയുടെ അടിത്തറ എന്ന് പറഞ്ഞു വെക്കുന്നത്. അടിസ്ഥാനപരമായി വസ്തുതാവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്. നോക്കൂ, പാശ്ചാത്യമായ കോട്ടും സ്യൂട്ടും ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടന ആത്മാവിനകത്ത് കുടികൊള്ളുന്നത് ഇതേ ധാർമ്മികതയാണ്. ഏത്? അധ്യാത്മരാമായണത്തിലെ ധാർമ്മികതയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കുടികൊള്ളുന്നത്. എത്രമാത്രം ചരിത്രപരമായ അജ്ഞതയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കർക്കടക മാസത്തിൽ, എൻ്റെ വരികളല്ല, ലേഖകന്റെ വരികളാണ്. അതുകൊണ്ട് കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമല്ല, അനുകൂലമായ പ്രവർത്തനമാണ്. അംബേദ്കർ ആശങ്കപ്പെട്ട ഭരണഘടനയുടെ ചുട്ടരിക്കൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുമാണ്. ഏത്? കർക്കടക മാസത്തിലെ 31 ദിവസം ഇരുന്ന് രാമായണം വായിക്കുന്നത് ഭാവിയിൽ ഭരണഘടന ചുട്ടരിക്കാതിരിക്കാനുള്ള മുൻകരുതലാണെന്ന്. ഈ ലേഖനത്തിന്റെ പോക്ക് ചാണകക്കുഴിയിലേക്കാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമേ ഇല്ല. ഈ ലേഖനവും ചാണകക്കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വത്തിലേക്കുള്ള വാതിൽ ഈ ലേഖനം തുറന്നിട്ടിരിക്കുന്നു. ലേഖനത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ, ഇതാണ് അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം. അധ്യാത്മരാമായണത്തിന്റെ സാരസ്വത രഹസ്യം എന്ന് പറയുന്നത് ജാതിയാണ്, ചാതുർവർണ്ണ്യമാണ് എന്ന് ഞാൻ നിരവധി ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതിത്ര ഇവിടെ പറയാൻ കാരണം, ദളിത് പ്രാതിനിധ്യ സംസ്കാരത്തിൽ വേണമെങ്കിൽ എന്തു വേണം? ഈ ഗ്രന്ഥത്തിന്റെ ആശയാവലികളെ സമ്പൂർണമായി കൈയൊഴിഞ്ഞാൽ മാത്രമേ ദളിതർക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. കാരണം ദളിതരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഗ്രന്ഥപാഠമാണേത്? രാമായണം എന്ന് പറയുന്നത്. ബ്രാഹ്മണരുടെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്ന് പറയുന്ന പുസ്തകം എങ്ങനെയാണ് ഒരു ജനാധിപത്യ പുസ്തകമാകുന്നത്? അതിനെ വിമർശിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണനെ അല്ല, ബ്രഹ്മജ്ഞാനികളെ പറ്റിയാണ് പറയുന്നതെന്ന് പറയുന്നത്. ഏത് ബ്രഹ്മജ്ഞാനി? ശബരിമല വിഷ്ണുനാരായണൻ അപേക്ഷ കൊടുത്തു, എന്നെ കൂടെ മേൽശാന്തിയാക്കണം. അപേക്ഷ തള്ളി അദ്ദേഹം കോടതിയിൽ ചെന്നു. കോടതിയിൽ ചെന്നപ്പോൾ അഖിലമൺ കാളിദാസ ഭട്ടതിരി ഒരു റിട്ട് പെറ്റീഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു: വിപ്രകുലീന കൃതസംസ്ക്രിയൗഗ സ്വതീത വേദാഗമ തത്വവേത്ത. ബ്രാഹ്മണന് മാത്രമേ പൂജ ചെയ്യാൻ അധികാരമുള്ളൂ. പറഞ്ഞത് 2024 19-ാം നൂറ്റാണ്ടിലൊന്നും അല്ല, 2025 പറയുന്നത് പൂജ ചെയ്യാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ. പിന്നെ ഏത് ബ്രഹ്മജ്ഞാനിയെ പറ്റിയാണ് ഇത്തരം ആളുകൾ പറയുന്നതെന്നാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചില പുരോഗമന കക്ഷികളായിട്ടുള്ള ആളുകൾ പോലും. അതുകൊണ്ട് അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇത്തരം ലേഖനം എഴുതുന്നവർ ദയവ് ചെയ്ത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കണം. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? സനാതന ധർമ്മം എന്ന് പറഞ്ഞത് ജാതി ധർമ്മം തന്നെയാണ് എന്നാണ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം അടിസ്ഥാനപരമായി ജാതി ഹിംസ ഉറപ്പിക്കുന്ന ഒരു പാഠമാണ്. അത് അടിസ്ഥാനപരം എന്താണ് ചെയ്യുന്നത്? അത് ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിലൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു വ്യവസ്ഥാക്രമം നിലനിൽക്കുന്നുണ്ട്. ആ വ്യവസ്ഥാക്രമത്തെ ഉറപ്പിച്ചെടുത്തതിൽ ഇതിഹാസ പുരാണ പാഠങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇപ്പൊ ഹരിനാമകീർത്തനമുണ്ട്. ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനസന്ധ്യേന നിത്യഗതി തദ്ഭക്തി വർദ്ധനം ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ എന്ന് ഹരിനാമകീർത്തനത്തിൽ കാണാം. ഇതെന്താണ്? കർമ്മസിദ്ധാന്തമാണ് പറയുന്നത്. മൽകൃത പാപങ്ങൾ എണ്ണിക്കൊണ്ടന്തകൻ നിഷ്കൃപ മൂടി അണയുന്നേരം ദീർഘദൂരത്തെന്ന് ചൊല്ലി വന്നെന്നെ നീ രക്ഷിക്ക രാമ ഹരേ ശരണം എന്ന് രാമായണം 24 വൃത്തത്തിൽ കാണാം. ഭാഗവത കീർത്തനത്തിൽ പറയും: കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖ ദുഃഖത്തിന് കാരണം, സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ എന്ന് ഭാഗവതത്തിൽ കാണാം. നിങ്ങൾ ചോദിച്ചാൽ എന്താണ് ദളിത് പ്രാതിനിധ്യത്തിൽ ഈ കൃതിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ, ദളിതരെയും ആദിവാസികളെയും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരുമായി ജനിക്കുന്നതിന് കാരണം അവരുടെ പൂർവജന്മകൃതമായ പാപമാണെന്നാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത്. അവരെ ജനാധിപത്യ ശരീരങ്ങളായി കാണുവാൻ ഇന്ത്യയുടെ ഈ ആർഷഭാരത സംസ്കാരം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥപാഠങ്ങളെ ഉപേക്ഷിക്കാൻ ഡോക്ടർ BR അംബേദ്കർ ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ്. ുന്നത് പോലെ ദേഹേ വാണുഴലുന്ന ജനാന ആവദ്ഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം എന്ന് പറയുന്ന ഭാഗവത കീർത്തനം
പ്രാപഞ്ചിക ജീവിതം കിണറ്റിലെ ജീവിതം പോലെ സങ്കുചിതവും അന്ധവുമാണെന്നാണ് സ്ഥാപിക്കുന്നത്. ഇതിലൂടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭൗതികാസ്പദങ്ങൾക്കായിട്ടുള്ള അവർണ ബഹുജനങ്ങളുടെ സമരത്തെ നിഷ്ക്രിയമാക്കി മാറ്റി തീർക്കുന്നതിന് ഈ ഗ്രന്ഥപാഠങ്ങളെല്ലാം പ്രേരണ ചെലുത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഈ വരേണ്യമായ ബ്രാഹ്മണികമായ ആശയങ്ങളെ കൈയൊഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ജനാധിപത്യ സംസ്കാരത്തിലേക്ക് അടിസ്ഥാനപരമായ ഒരു ചോദനയോടുകൂടിയെങ്കിലും നമുക്ക് മാറിത്തീരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വളരെ ആഴത്തിലുള്ള ജാതിയും സംവിധാനങ്ങളുള്ളത്. ബിന്ദു എന്ന് പറയുന്നത് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരോട് നമ്മുടെ പോലീസുകാർ പറഞ്ഞ എന്താണ്? കക്കൂസിലെ വെള്ളം കോരി കുടിച്ചോളാനാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നു? അവരെ തുല്യ മനുഷ്യരായി കാണുന്ന ഒരു സഹജീവന വ്യവസ്ഥ നമുക്കില്ല എന്നുള്ളത്. ഈ തൃശ്ശൂരിൽ തന്നെയാണ് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു എംബ്രാന്തിരി. അദ്ദേഹം എംബ്രാന്തിരിയാണ്. അദ്ദേഹത്തെ ഒരു സ്ത്രീ വിളിച്ചത് എന്താണ്? ഊണൂലിട്ട പെലയൻ എന്നാണ് വിളിച്ചത്. പുലയൻ എന്നല്ല, ഊണൂലിട്ട പെലയൻ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ പുലയരെ സഹജാതരായി സഹമനുഷ്യരായി കാണുന്ന ഒരു സംസ്കാരം നമുക്കില്ല എന്നുള്ളതാണ് ആ വാക്യത്തിൽ നിന്ന് തന്നെ തെളിവായി. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കലാകാരനായി പ്രവേശിക്കാൻ കഴിയുന്നില്ല. അത്ര ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ശ്രേണീകൃതത്വം വ്യാപിച്ചിരിക്കുകയാണ്. അത്ര ആഴത്തിൽ സാഹിത്യത്തെ പോലും ആ രീതിയിൽ അംഗീകരിക്കാനുള്ളൊരു മനോഭാവം നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയത്തെയും പണ്ഡിറ്റ് കറുപ്പന്റെ ബാലാകലേശം ഒക്കെ തന്നെ മോശം സാഹിത്യ കൃതികളാണ് എന്നാണ് ഒരു കാലത്ത് അടയാളപ്പെടുത്തിയിരുന്നത്. സരസ്വതി വിജയ ഏറ്റവും മോശം കൃതി, നാരായണന്റെ പച്ചരയത്തി ഏറ്റവും മോശം കൃതി എന്നൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. സാഹിത്യ നിരൂപകന്മാരെന്ന് പറയുന്നവർ ആ കൃതികളെയൊക്കെ ഏറ്റവും മോശം കൃതികളായിട്ട് സ്ഥാനപ്പെടുത്തി പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയത്തെ. എന്തുകൊണ്ടാണ് പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം ചരിത്രപരമായ ഒരു സാഹിത്യ കൃതിയായി മാറുന്നത്? മരത്തൻ എന്ന് പറയുന്ന ഒരു പുലയൻ, അദ്ദേഹത്തെ ഈ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ശിങ്കിടിയും കൂടെ ചെളിയിൽ ചവിട്ടിത്തായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് കോഴിക്കോട് ബാസൽ മിഷനിൽ എത്തുകയും ബാസൽ മിഷന്റെ കീഴിൽ പഠിച്ച് യേശുദാസ് എന്ന് പറഞ്ഞ ജഡ്ജിയായി മാറിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു മതപരിവർത്തനം എങ്ങനെയാണ് ദളിതർക്ക് ഒരു ഉപാദാനമായി തീർന്ന്, സാമൂഹിക വിമോചനത്തിൽ ഒരു ഉപാദാനമായി തീർന്നു എന്നാണ് പോത്തേരി കുഞ്ഞമ്പു വക്കീലിന്റെ സരസ്വതി വിജയം പറഞ്ഞു വെക്കുന്നത്. ബാലാകലേശത്തിലും ഇത്തരം ധാരാളം പ്രസക്തങ്ങളായ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഒരു നമ്പൂതിരി തീവണ്ടിയിൽ കയറാൻ പോകുന്ന രംഗം ബാലാകലേശത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, എനിക്ക് തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഒക്കെ ഉള്ള ആളാണ്, എനിക്ക് അയിത്തം ആചരിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം വേണമെന്ന് പറയുമ്പോൾ നമ്പൂതിരിയുടെ സേവകൻ പറയുന്നത്, തീവണ്ടിയിൽ അയിത്തം ആചരിക്കാൻ കഴിയില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് തീവണ്ടി എന്ന് പറയുന്നത്. ഇതാണ് ആധുനികത കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ കാലഘട്ടത്തിൽ വന്നൊരു മാറ്റം ഇതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സാഹിത്യ പാഠങ്ങൾ, പോത്തേരി കുഞ്ഞമ്പുവിന്റെ കൃതി മഹാമോശം എന്ന് പറയുന്ന ആളുകൾക്ക് എഴുത്തച്ഛന്റെ രാമായണം വലിയ അനുഭൂതിദായകമായ വിളക്ക് വെച്ച് വായിക്കേണ്ട കൃതിയാണ്. പോത്തേരി കുഞ്ഞമ്പുവിന്റെ സാഹിത്യകൃതി ഏറ്റവും മോശം കൃതിയാണ്. എങ്ങനെയാണ് ഈ സാഹിത്യ മാനദണ്ഡം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോഴും കേരളത്തില് നമ്മുടെ സർക്കാർ പുലയ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പൂജാരിമാരായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മേജർ ക്ഷേത്രങ്ങളിൽ ഇത്തരം ആളുകൾ പൂജ കഴിക്കാനുള്ള അവസരം ലഭ്യമാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് മേജർ ക്ഷേത്രങ്ങളിൽ അവർക്ക് പൂജാരിമാരായി കഴിയാൻ കഴിയാത്തത്? അവരിപ്പോഴും ജാതിഹിംസ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. മാനവഭൂഷേഷ്യ മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്ന് മാനവഭൂഷേഷ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ തെളിയിക്കുന്നു. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും വരേണ്യ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലാവട്ടെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വരേണ്യ ഒളിഗാർക്കിക്കൽ സ്ഥാപന വ്യവസ്ഥയായിട്ട് ഇന്നും തുടരുകയാണ്. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു ഹിംസാ വ്യവസ്ഥയായി തുടരുന്നു. അപ്പൊ
അപ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. NSSന്റെ ആണെങ്കിലും മറ്റ് ഇത്തരം എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, അവിടെ അതാത് ജാതികളിൽപ്പെട്ട, അതാത് സമുദായങ്ങളിൽപ്പെട്ട, അതാത് മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നത്. ഇടയ്ക്കൊരു വിവാദം ഉണ്ടായല്ലോ അധ്യാപകരുടെ കാല് കഴുകിയതിനെ സംബന്ധിച്ച്. എനിക്കൊരു സംശയമില്ല, ആ കാല് കഴുകാൻ ഇരുന്ന് കൊടുത്ത അധ്യാപകരെല്ലാം സവർണ വിഭാഗത്തിലുള്ളവർ. കാരണം എയ്ഡഡ് അൺഎയ്ഡഡുമായിട്ടുള്ള സ്ഥാപനങ്ങൾ അധ്യാപകരിൽ ആര് തന്നെയാണ്? സവർണ വിഭാഗത്തിലുള്ളവർ. അതുകൊണ്ട് കാല് നീട്ടിക്കൊടുത്തവരിൽ എല്ലാവരും സവർണരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതിവാഴ്ചയും ബ്രാഹ്മണിക മേധാവിത്വവുമാണ്. ബ്രാഹ്മണ്യത്തെ ഡോക്ടർ B.R. അംബേദ്കർ ഇങ്ങനെ നിർവചിച്ചു: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധ സ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ചില സമുദായങ്ങൾക്ക് അധികാരത്തിലും ഭരണകൂടത്തിലും ഓവർ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുകയും മറ്റ് സമുദായങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നത്. ചില സമുദായങ്ങൾക്ക് അധികാരത്തിലും ഭരണകൂടത്തിലും ഓവർ റെപ്രസെൻറ്റേഷൻ, മറ്റു ചില സമുദായങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യവസ്ഥ ജനാധിപത്യപരമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദളിതർക്കും ആദിവാസികൾക്കും പ്രവേശനം ഉണ്ടാകണം. നോക്കൂ, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് എന്ന സംഭാഷണം അവസാനിപ്പിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പുഷ്പവതിയോട് പറഞ്ഞ കാര്യം നമുക്കെല്ലാം കേരളം മുഴുവൻ കേട്ട കാര്യമാണ്. എന്താണ് പുഷ്പവതിയോട് ചോദിച്ചത്? കേരള സംഗീത നാടക അക്കാദമിയുടെ ആദരണീയയായ വൈസ് ചെയർപേഴ്സണാണ് പുഷ്പവതി. പ്രശസ്തങ്ങളായ ധാരാളം സിനിമാ ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ അടുത്ത് ചെന്നപ്പോൾ അവരെ ഒരു നാടൻപാട്ട് കലാകാരി മാത്രമായിട്ടാണ് ശ്രീകുമാരൻ തമ്പി അവരെ അടയാളപ്പെടുത്തുന്നത്. അപ്പം ചില ആളുകളെ കാണുമ്പോൾ അവരിത് മാത്രമേ പ്രാക്ടീസ് ചെയ്യൂ എന്ന ബോധം എവിടുന്നാണ് വരുന്നത്? ആ ബോധം വരുന്നത് ജാതിബോധത്തിൽ. അവർ കർണാട്ടിക് സംഗീതം അറിയാവുന്ന, ഹിന്ദുസ്ഥാനി സംഗീതം അറിയാവുന്ന പ്രശസ്തയായ ഒരു ഗായികയാണ്. പക്ഷെ അവർക്കിതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുക. പുതിയ സിനിമകളും പുതിയ രംഗങ്ങളും ഒക്കെ തന്നെ സെക്സ് രംഗങ്ങളുള്ളതാണ്. അത് കാണാൻ വേണ്ടിയാണ് ഈ ജാലയിലെ തൊഴിലാളികളൊക്കെ വരുന്നത് പറയുക. അപ്പോൾ ഇത്രയും കാലം നമ്മൾ സന്ധ്യയ്ക്കിരുന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? പാലാഴി മങ്കതൻ കൊങ്ക ഉണരുന്ന കാർമുകിൽ വർമ്മനെ കാണുമാറാകണമെന്ന് പാടുമ്പോൾ അതിനകത്തൊരു അശ്ലീലം ഇല്ലേ? എന്താണ് കൊങ്ക എന്ന് പറഞ്ഞാൽ? ഞാനതിൻ്റെ അർത്ഥം പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. ജയദേവരുടെ ഗീതഗോവിന്ദം എടുത്ത് പരിശോധിക്കണം. നെൽപ്പത്തൂർ നാരായണഭട്ടതിരിയുടെ രാസക്രീഡ, നാരായണീയത്തിലെ രാസക്രീഡ വായിച്ചു നോക്കണം. ഭാഗവത പുരാണത്തിലെ രാസക്രീഡ നോക്കണം. ഹനുമൻ നാടകത്തിലെ വളരെ വിശദമായ രംഗങ്ങൾ നോക്കണം. ആനന്ദവർദ്ധന്റെ ദുന്യാലോകത്തിലെ ഒരു വിമർശനം ജഗത്പിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ രതിക്രീഡ ഇത്ര പച്ചയായി ആവിഷ്കരിക്കുവാൻ എങ്ങനെ കാളിദാസന് ധൈര്യം വന്നു എന്ന് ദുന്യാലോകത്തിന് ആനന്ദവർദ്ധൻ ആശ്ചര്യപ്പെടുന്നു. അപ്പൊ ജഗത്പിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ രതിക്രീഡ പച്ചയായി ആവിഷ്കരിക്കുന്നതിന് കാളിദാസന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. പക്ഷെ ഇപ്പൊ അതെല്ലാം പ്രശ്നമാണ്. അപ്പൊ സന്ധ്യക്കിരുന്ന് ജപിച്ചുകൊണ്ടിരുന്നതന്നെ ഇതാ. പക്ഷെ ഇപ്പൊ അതെല്ലാം പ്രശ്നമായി, മൊത്തം പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പുഷ്പവതിയോട് അവരാരാണ് എന്ന് ചോദിക്കുന്നതിന് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തില്ല? സഹമനുഷ്യരോടുള്ള ആദരവില്ല. സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യമെന്ന് ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞു. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം ദളിതരെയും ആദിവാസികളെയും മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമാണെന്ന് കരുതേണ്ടതില്ല, അങ്ങനെ ചുരുക്കി കാണേണ്ടതില്ല. ഇത് ഇന്ത്യയുടെ മൊത്തം പ്രശ്നമാണ്. ഇത് സ്ത്രീകൾ അനുഭവിക്കുന്ന, ഇന്ത്യയിലെ ബഹുജനങ്ങൾ അനുഭവിക്കുന്ന, കേരളത്തിൽ നിന്ന് ചീഴവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ നിന്ന് ചീഴവർ ഒരു പ്രബലമായ കാസ്റ്റാണ്, പ്രബല സമുദായമാണ്. ഒരു വലിയ പ്രസ്ഥാനമായിട്ടിരുന്നിട്ട് പോലും ഒരു ഈഴവനായ പൂജാരിക്കും കഴകക്കാരനും കൂടൽമാണിക്യത്തിലേക്ക് പ്രവേശനം ഇല്ലാന്നതിൻ്റെ അർത്ഥം എന്താണ്? അത്ര ഭീകരമായിട്ടാണ് ബ്രാഹ്മണ്യം കേരളീയ സമൂഹത്തിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ വെജിറ്റേറിയൻ സദ്യ മാത്രം വിളമ്പുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ പൊതുസമൂഹത്തിൽ ആഴത്തിൽ നിലീനമായിരിക്കുന്ന ജാതി ബ്രാഹ്മണ്യം ഉള്ളതാണ്. അത് രാമനും സീതയും വെജിറ്റേറിയൻ ആയതുകൊണ്ടല്ല. രാമനും സീതയും വെജിറ്റേറിയൻ ആയിരുന്നില്ല. അതായത് എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഗോപാൽഗുരു പറയുന്ന കാര്യമുണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം.
ഗംഗാനദി മറികടക്കുന്ന സന്ദർഭത്തിൽ സീത ഗംഗയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? യക്ഷയെ ത്വാം പ്രിയതാം ദേവി, അല്ലെ യക്ഷ നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. വനവാസമേഖല തിരിച്ചെത്തിയ നിനക്ക് ഞങ്ങൾ എന്ത് നൽകാം? സുരാകട സഹസ്രേണ മാംസഭൂതൗദനേനച, 1000 കുടം മദ്യം നൽകാം. പിന്നോ മാംസഭൂതൗദനേനച, ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് തന്നെ അർത്ഥം. അപ്പൊ മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് മാംസോദനം? മാംസോദനം എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്നാണ് അർത്ഥം. അപ്പൊ സീത ഗംഗാദേവിക്ക് വഴിപാടായി നേർന്നത് എന്താണ്? സംശയലേശം എന്നേ പറയാം, അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ആണ് സീത ഗംഗാദേവിക്ക് വഴിപാടായി. ഭരദ്വാജന്റെ ആശ്രമത്തിൽ ഭരതൻ രാമനെ അന്വേഷിച്ചെത്തുന്നുണ്ട്. സൽക്കാരത്തിന് കൊടുക്കാൻ ഭരദ്വാജ മഹർഷിക്ക് വീട്ടിൽ ആശ്രമത്തിൽ ചായപ്പൊടിയോ ചായയോ പാലോ ഉണ്ടായിരുന്നില്ല. പടച്ചോറ് കൊടുക്കാൻ അവിടെ നെൽകൃഷി ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് കൊടുത്തത്? ആജയിച്ചാവിജ വാരാഹേ എന്ന് വാൽമീകി രാമായണം പറയുന്നു. എന്താണ് ആജം? അജം എന്ന് പറഞ്ഞാൽ ആട്, നല്ല മാട്ടിറച്ചിയാണ് കൊടുത്തത്. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചി, പന്നി ഫ്രൈ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഭരദ്വാജ മഹർഷി എന്താണ് കൊടുത്തത്? ഭരദ്വാജ മഹർഷി കൊടുത്തത് നല്ല ഒന്നാന്തരം മാട്ടിറച്ചിയും പന്നി ഫ്രൈയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഭരദ്വാജ മഹർഷി ഭരതനെ കൊടുത്ത് സൽക്കരിച്ചത് എന്ന് വാൽമീകി രാമായണം പറയുന്നു. പക്ഷേ നമ്മുടെ കലോത്സവ വേദികൾ ഇനിയും ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു അയലക്കറി വെച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനില്ല. അയലക്കറി വെച്ചാൽ ചീത്തയാകുമെങ്കിൽ സാമ്പാർ കുറച്ചത് കഴിഞ്ഞാലും ചീത്തയാവും. എന്തൊരു നാറ്റമായിരിക്കും എന്നറിയാം ചീത്തയായാൽ. അതുപോലെ തന്നെ എല്ലാത്തിനും ദുർഗന്ധമുണ്ട്. പക്ഷെ ചില കാര്യത്തോടൊരു വിരോധം വരുന്നതിന് കാരണം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു സാമൂഹ്യ മനോഭാവമാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത്, ദളിതരുടെ ആദിവാസികളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുഴുവൻ സമൂഹവും ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകതയുടെ മുന്നുപാധിയാണ് എന്നുള്ളതാണ്. അല്ല ദളിതർക്കും ആദിവാസികൾക്കും മാത്രമായിട്ട് എന്തെങ്കിലും സവിശേഷമായ ഒരു കാര്യവും വേണ്ട. എന്താണോ ഭരണഘടനാപരമായി ദത്തമായിട്ട് ദളിതർക്കും ആദിവാസികൾക്കും ഉള്ളത് അതാണ് വേണ്ടത്. കൂടുതലും വേണ്ട, കുറവും വേണ്ട. അതിനെന്ത് വേണം? നിലവിലുള്ള ഓവർ റെപ്രസെൻറ്റേഷൻ പരിഹരിക്കണം. ഓവർ റെപ്രസെൻറ്റേഷൻ പരിഹരിക്കണമെങ്കിൽ എന്ത് നടക്കണം? ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കണം. ജാതി സെൻസസ് നടന്നാൽ മാത്രമേ ഇന്ത്യയുടെ വ്യത്യസ്ത അധികാര ഭരണകൂട രംഗങ്ങളിൽ ആരൊക്കെയാണ് അധികാരത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി തസ്തികയിൽ OBC-യുടെ പ്രാതിനിധ്യത്തിന് 3% താഴെയാണെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ദളിതരുടെ എണ്ണം എത്രയാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എടുത്താൽ ഇതുവരെയുള്ള ജഡ്ജിമാരുടെ എണ്ണം 282. അതിൽ 252 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ദളിതരുടെ ആദിവാസികളുടെ എണ്ണം പരിശോധിക്കണം. ശൂന്യതയിൽ വന്ന് അത്ഭുതപ്പെടേണ്ടി വരും. വളരെ കുറവാണ്. 252 പേര് സവർണരാണ്. എന്തുകൊണ്ട് ദളിതരും ആദിവാസികളും സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് കടന്നു വരുന്നില്ല? അവരെ പുറന്തള്ളുന്ന ഒരു ഹിംസാ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. നമ്മുടെ രാജ്യത്ത് എത്ര ദളിത് വൈസ് ചാൻസലർമാരുണ്ട്? കേരളത്തിൽ എത്ര ദളിതർ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്? നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ പരിശോധിക്കേണ്ട. ആ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരായിട്ട് എത്ര ദളിതരുണ്ട്? ഭരണകൂടത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ എത്ര ദളിതരുണ്ട്? ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ പരിശോധിക്കേണ്ടി വരും. ഞാൻ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ ഒരു സെമിനാറിൽ പങ്കെടുക്കുകയാണ്. ജസ്റ്റിസ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്ത സെമിനാറാണ്. ആ സെമിനാറിൽ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സംഭാഷണം അവസാനിപ്പിക്കാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയൊരു പരിപാടിയാണ്. ആ സെമിനാറിൽ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഈ രക്തപതാക ചുവന്നത്, ആ അരിവാൾ ചുറ്റിക ചിഹ്നമുള്ള രക്തപതാക ചുവന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും രക്തം കൊണ്ട് കൂടിയാണെങ്കിൽ സ്ഥാപനങ്ങളിലും അധികാരങ്ങളിലും ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായേ കഴിയൂ എന്നുള്ളതാണ്. കാരണം അവരുടെ കൂടി രക്തം പൊടിഞ്ഞിട്ടുണ്ടായതാണ് ആ പതാക. അതുകൊണ്ട് ആ പതാകയ്ക്കും ആ പ്രസ്ഥാനത്തിനും ദളിതരുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ധാർമ്മികമായ കടുത്ത ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വേദിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഭരണഘടനാ ധാർമ്മികത അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കുകയാണ്. ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ പ്രാതിനിധ്യം അധികാരത്തിലും ഭരണത്തിലും സംസ്കാരത്തിലും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ, സാമൂഹ്യ ബോധത്തെ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള
രാമായണത്തെയും മഹാഭാരതത്തെയും ഇതിഹാസ പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പിന്തിരിപ്പനായ പ്രതിലോമകരമായ ബോധം തൂത്തെറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനാധിപത്യ മനുഷ്യരായിട്ട് മാറിത്തീരാൻ കഴിയുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.